Glory to God in the highest. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ടുഡേ ഈസ് ഡിസംബർ 26, 2020. ഇന്ന് ഡിസംബർ 26, 2020. The first half of the message is in Malayalam and the second half of the message is in English. ഇതിൻ്റെ ആദ്യ ഭാഗം മലയാളത്തിലും രണ്ടാമത്തെ ഭാഗം ഇംഗ്ലീഷിലുമായിട്ടാണ് തരുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന ദൂഷണം ദൈവം ക്ഷമിക്കുകയില്ല എന്നുള്ളതാണ്. എന്താണ് എന്നെ ഈ മെസ്സേജ് തരാൻ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഈയിടെ 3 അച്ഛന്മാരുടെ പ്രസംഗം ഞാൻ കേൾക്കുവാനിടയായി. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അത് എന്നെ വളരെയധികം പ്രയാസപ്പെടുത്തുകയുണ്ടായി. യേശു കുരിശുമരണത്തിന് മുമ്പ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്വർഗാരോപണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരുന്നു. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, ഇവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ശിഷ്യന്മാർ മാതാവുമൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് 10 ദിവസം ഇരുന്നു. 10ാമത്തെ ദിവസമാണ് അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത്. ഈ പരിശുദ്ധാത്മാവ് അവരിൽ അനേക രീതിയിൽ പ്രവർത്തിച്ചു. ശിഷ്യന്മാർ, പ്രത്യേകിച്ച് പത്രോസ്ലീഹ, പരിശുദ്ധാത്മാവിനെ നിറയുകയും അതുപോലെ തന്നെ ആ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾക്ക് അപ്പസ്തോല പ്രവൃത്തിയിൽ കാണുവാൻ സാധിക്കും. അനേകരെ സൗഖ്യപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അനേകരെ അവിടുന്ന് സൗഖ്യപ്പെടുത്തി. പത്രോസ്ലീഹായുടെ നിഴലടിച്ചു പോലും അനേകരെ സൗഖ്യപ്പെട്ടു. അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇന്നും ഇത് തന്നെ നടക്കുന്നു. സാത്താനെ ഒഴിപ്പിക്കുന്ന അനേകർ പരിശുദ്ധാത്മാവിനെ ശക്തി പ്രാപിച്ച് ചെയ്യുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഭാഷകളിലുമായിട്ട് അനേക രോഗികളെ സുഖപ്പെടുത്തുന്നു. കുഷ്ഠരോഗികളെ അന്ന് സുഖപ്പെടുത്തിയതുപോലെ ഇന്ന് ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നു. അനേക തരത്തിലുള്ള വിടുതലുകൾ ആൾക്കാർക്ക് കിട്ടുന്നു. പലതരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനേകർ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്ത് സുവിശേഷകരായിട്ടുണ്ട്. എല്ലാവരും പുരോഹിതന്മാർ ആയിരിക്കണമെന്നില്ല. പുരോഹിതന്മാർ തന്നെയല്ല അന്ന് ചെയ്തിരുന്നത്. അവരൊക്കെ സാധാരണ ജനങ്ങളായിരുന്നു. അവർ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചാണ് അത് ചെയ്തിരുന്നത്. ആ ശക്തി ഇന്നും ജനങ്ങളിലുണ്ട്. ഇന്നും അനേകരിൽ, അൽമായരിലും സാധാരണക്കാരിലും പുരുഷന്മാരിലും സ്ത്രീകളിലും ഒക്കെ ഈ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിക്കുന്നതും അനേക വിടുതലുകൾ ആൾക്കാർക്ക് നൽകുന്നതും നമ്മൾക്കിന്ന് കാണുവാൻ സാധിക്കും. നമുക്ക് ഇതേക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് പലരും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ തെറ്റായ രീതിയിൽ കൊടുക്കുന്നതെന്ന് ശക്തമായിട്ട് ഞാൻ പറയുകയാണ്. നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോൾ എന്തൊക്കെ ശിക്ഷയാണ് മനുഷ്യർക്ക് കിട്ടിയതെന്ന്. എല്ലാം പറയാൻ സാധിക്കില്ലെങ്കിൽ ചിലതൊക്കെ ഞാനിവിടെ ഒന്ന് പരാമർശിക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തികളിൻ്റെ 5 അനന്യാസിനെക്കുറിച്ചും സഫീറായെക്കുറിച്ചും നമ്മൾ വായിക്കുന്നു. അന്ന് ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി കൂട്ടായ്മകൾ ആചരിച്ചു കൊണ്ട് പോകുന്നു. അന്ന് സ്വത്തുക്കളൊക്കെ ശിഷ്യന്മാർ സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും ആവശ്യത്തിനായി വിതരണം ചെയ്യുകയായിരുന്നു. ആരും സ്വന്തം ഇഷ്ടം പോലെ സ്വത്തുക്കൾ സൂക്ഷിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. അനന്യാസും സഫീറായും അവരുടെ വസ്തുക്കൾ വിട്ടിട്ട് പ്രാർത്ഥന കൂട്ടായ്മയിൽ വന്നു. അപ്പോൾ പത്രോസ്ലീഹായ്ക്ക് പരിശുദ്ധാത്മാവ് അത് കാണിച്ചു കൊടുത്തു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിറ്റ് കിട്ടിയ എല്ലാ പണവും ഇവിടെ കൊണ്ടുവന്നോ എന്ന്. അവർ കൊണ്ടുവന്നു എന്ന് കള്ളം പറഞ്ഞു. ആ നിമിഷം തന്നെ അവർ 2 പേര് 2 സമയത്തായി നിലത്ത് വീണ് മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. യെശയ്യാ പ്രവാചകന്റെ 63:10 ഇതിൽ പറയുന്നു, എന്നാൽ അവൻ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ ദൈവം നമ്മളുടെ ശത്രുവായി മാറുകയും ദൈവം നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 10, 11 എന്നീ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം 10 ബാധ ദൈവം മിസ്രൈമിൻ്റെ മേൽ, അതായത് ഫറവോൻ്റെ മേലും ഫറവോൻ്റെ ജനങ്ങളുടെ മേലും അയക്കുന്നത് കാണാം. അത് ഒരു 3 or 4 ബാധ വന്നപ്പോൾ ഫറവോൻ ഇത് വിശ്വസിക്കുകയും മോശ പറഞ്ഞത് വിശ്വസിക്കുകയും ദൈവം സത്യമാണെന്ന് വിശ്വസിക്കുകയും അവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ശിക്ഷ അവരുടെ മേൽ വരികയില്ലായിരുന്നു. എന്നാൽ 10ാമത്തെ ബാധ വന്നപ്പോൾ, അതായത് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാ കടിഞ്ഞൂലുകളെ ദൈവം സംഹരിച്ചപ്പോൾ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായി മോശയെയും ജനങ്ങളെയും, അതായത് ഒരു 6 ലക്ഷത്തിൽ പരം ഇസ്രായേൽ മക്കളെ
അടിമത്തത്തിൽ നിന്നും ഈജിപ്തിൽ നിന്ന് ഈ ഫറവോൻ വിട്ടയക്കുന്നത് നമ്മൾ കാണുന്നു. അതായത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പാടില്ല എന്ന് നമുക്ക് ഇതിൽ കൂടെയൊക്കെ മനസ്സിലാക്കാം. എന്നാൽ ഇന്നും ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ആളുകളില്ലേ? ഉണ്ട്. അനേക അൽമായരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അക്രൈസ്തവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയത്തില്ല. അവർ അതെ ദുഷിക്കാനും അതുകൊണ്ട് അവർ പോകത്തില്ല. എന്നാൽ ക്രിസ്ത്യാനികൾ തന്നെ ഈ പ്രവചനങ്ങളും ഈ സുവിശേഷ വചനങ്ങളും എല്ലാം കിട്ടിയിട്ടും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ദൂഷണം പറയുന്നു, പരിശുദ്ധാത്മാവ് ഉള്ളവരെക്കുറിച്ച് അവഖ്യാതി പറയുന്നു, അവരെ ദുഃഖിപ്പിക്കുന്നു. അത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ദുഃഖിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങും. അത് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് എനിക്കറിയാവുന്ന ഏതാനും വചനഭാഗങ്ങൾ കോട്ട് ചെയ്തും എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുവാനായിട്ട് ഈ സമയം ഇവിടെ ഉപയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്തൊക്കെയാണ്? അത് സുവിശേഷത്തിലുണ്ട്. 1 കൊറിന്ത്യസ് 12:8 മുതൽ 10 വരെ ഈ വരങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇതെല്ലാം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് ദൈവം. ഇത് ഉള്ള അനേകർ ലോകത്തുണ്ട്. പത്രോസ്ലീഹ മാത്രമല്ല, അവരുടെ കാലശേഷം ഇത് നിന്നു പോയിട്ടില്ല. ഇന്നും ഇത് സഭയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ വിമർശിക്കാൻ നമുക്ക് യാതൊരു അധികാരവും ദൈവം തന്നിട്ടില്ല. ജോവേൽ പ്രവാചകന്റെ പുസ്തകം 2:28 പറയുന്നു, അതിന് ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എല്ലാവർക്കും നൽകപ്പെടുന്നതാണ്. അതായത് വൃദ്ധന്മാർക്കും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും. അത് പുരോഹിതന്മാർക്ക് മാത്രമായിട്ട് ഉള്ള ഒരു കാര്യം അല്ല എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. 2 തരത്തിലുള്ള അഭിഷേകത്തെക്കുറിച്ച് ഞാനിവിടെ പറയട്ടെ. മനുഷ്യരാൽ ദൈവം അഭിഷേകം ചെയ്യപ്പെടുന്നവരാണ് പുരോഹിതന്മാർ. ദൈവം മനുഷ്യരാൽ അവരെ അഭിഷേകം ചെയ്യുന്നു. എന്നാൽ ദൈവം നേരിട്ട് കൊടുക്കുന്ന അഭിഷേകമാണ്. അതേക്കുറിച്ചാണ് ഈ സുവിശേഷ വചനങ്ങളിൽ പറയുന്നത്. ദൈവം നേരിട്ട് അനേക അഭിഷേകം ഈ ആത്മാക്കൾക്ക് കൊടുക്കുന്നു, അൽമായർക്ക് കൊടുക്കുന്നു. അതായത് വിശ്വസിക്കാനുള്ള വരം, പ്രാർത്ഥിക്കാനുള്ള വരം, രോഗശാന്തിക്കുള്ള വരം, പ്രവചനിക്കാനുള്ള വരം, ഇങ്ങനെ അനേക വരങ്ങൾ, വ്യാഖ്യാനിക്കാനുള്ള വരം, ഇതെല്ലാം മനുഷ്യർക്ക് ദൈവം ദാനമായിട്ട് നൽകുന്നു. പക്ഷെ നമ്മൾ ചോദിക്കാതെ കിട്ടത്തില്ല. ചോദിച്ചാൽ മാത്രമാണ് ഇത് കിട്ടുന്നത്. ചിലർക്ക് ദൈവം ദാനമായിട്ട് കൊടുക്കുന്നു. പലപ്പോഴും പോഷത്വത്തെയാണ് ദൈവം ഈ ദാനങ്ങളൊക്കെ കൊടുക്കാൻ തിരഞ്ഞെടുക്കുന്നത്. ജ്ഞാനികളെന്ന് നടിക്കുന്നവർക്ക് പലപ്പോഴും ഇത് കിട്ടാറില്ല. നമ്മൾ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചു, അല്ലെങ്കിൽ സെമിനാരിയിൽ പഠിച്ചു, ഡോക്ടറേറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് ദൈവം കൊടുക്കുന്ന ഒരു സംഗതിയല്ല ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെന്ന് പറയുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതാണ്. അത് നമ്മൾ ചോദിച്ചാൽ ദൈവം തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. യോഹന്നാൻ 14:16 പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഈ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. അതുപോലെ യോഹന്നാൻ 14:12 പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തു. യേശു പ്രവർത്തിച്ചിൽ കൂടുതൽ ചെയ്യും. അൽമായർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ദൈവത്തെ വിളിക്കുന്നവർക്കും ഈ വരം ലഭിച്ചവർക്കും ചെയ്യാൻ സാധിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇതൊക്കെ സത്യമല്ലെങ്കിൽ ഈ വേദപുസ്തകത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ സത്യമാണ്. ഇത് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അനുഭവം ഇല്ലാത്തവർ നോക്കിക്കാണണം. ഇത് പോയി മനസ്സിലാക്കണം, കണ്ട് മനസ്സിലാക്കണം, അറിയുവാൻ ആഗ്രഹിക്കണം, അറിയുവാൻ ശ്രമിക്കണം, അറിഞ്ഞതിന് ശേഷം സംസാരിക്കുക. ഇത് അറിയത്തില്ലാതെ, ഇതിൻ്റെ അനുഭവമില്ലാതെ പരിശുദ്ധാത്മാവുള്ള ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതും അവരെക്കുറിച്ച് അവഖ്യാതി പറയുന്നതും ഇത് ഇല്ലായ്മയാക്കാൻ ശ്രമിക്കുന്നതും പരദൂഷണം
ദൂഷണമാണ്, ദൈവത്തിനെതിരായിട്ടുള്ള ദൂഷണമാണ്, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ദൂഷണമാണ്. ഇത് ഈ ലോകത്തിലും പരലോകത്തിലും ദൈവം ക്ഷമിക്കുകയില്ല എന്ന് വചനത്തിൽ തന്നെ ദൈവം അരുളി ചെയ്യുന്നുണ്ട്. ഇന്ന് അനേക കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ ലോകത്തുണ്ട്. എന്നാൽ ഒരു 45 വർഷം മുമ്പ് വരെ കത്തോലിക്ക സഭയിൽ ഇങ്ങനെയുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കുറവായിരുന്നു. പ്രാർത്ഥന, പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥന, കുർബാന, അതല്ലാതെ മറ്റൊന്ന് ഇല്ല. അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛൻ വഴി ദൈവം 3 പ്രാവശ്യം സൗണ്ടായിട്ട് അച്ഛനോട് സംസാരിക്കുകയും അച്ഛനെ ശക്തിപ്പെടുത്തുകയും അച്ഛൻ പോട്ടാ ഡിവൈൻ കേന്ദ്രം, ധ്യാന കേന്ദ്രം ആരംഭിക്കുകയും ചെയ്തു. അത് 1-2 പേരെ വെച്ച് തുടങ്ങി ഇന്ന് 40,000 പരം ആളുകൾക്ക് അവിടെ സംബന്ധിക്കാൻ സാധിക്കും. ആ ധ്യാനത്തിൽ പങ്കെടുത്ത് വരം ലഭിച്ച അനേകർ, അഭിഷിക്തരായ അനേകം പുരോഹിതന്മാരും അനേകം അൽമാരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു, ധ്യാന കേന്ദ്രങ്ങൾ നടത്തുന്നു. 100-ൽ പരം ധ്യാന കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അവരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പോയി പ്രസംഗിക്കുന്നു. എന്നാൽ ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ്, തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന അനേകർ, മറ്റ് സഭകളിലുള്ള പുരോഹിതന്മാർ വരെ ഇത് പറയുന്നത് വളരെ ദയനീയമാണ്. അത് പരിശുദ്ധാത്മാവിന് എതിരായിട്ട് ചെയ്യുന്ന ദൂഷണമാണ്. എന്താണ് ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ നടക്കുന്നതെന്ന് ഞാനൊന്ന് പറയട്ടെ. എൻ്റെ അനുഭവത്തിൽ നിന്ന് അമേരിക്കയിലും കേരളത്തിലുമായി ഒരു 12-ൽ പരം ധ്യാനങ്ങൾ കൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ധ്യാനങ്ങളിലൊക്കെ അവരാഗ്രഹിക്കുന്നത് അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരിക, ദൈവവചനം പറയുക. അക്രൈസ്തവർ അതിൽ സംബന്ധിക്കുന്നുണ്ട്. അവരൊക്കെ വിടുതൽ പ്രാപിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തെ അറിയുക, പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുക, അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പൈസയ്ക്ക് വേണ്ടി അല്ല അവർ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു ധ്യാനം നടക്കുമ്പോൾ അതിൻ്റെ 1 മാസം മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആരംഭിക്കും. ധ്യാനം ഒരാഴ്ച നടക്കുമ്പോൾ ആ മുഴുവൻ സമയവും വിശുദ്ധ കുർബാനയുടെ ദിവികാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം പാവപ്പെട്ട വിശുദ്ധരായ നല്ലവരായ ജനങ്ങളുണ്ട്. അവരുടെ സമയം മുഴുവൻ അവർ ഒരു പ്രതിഫലവും വായിക്കാതെ ദൈവത്തിന് വേണ്ടി അവരെ ഉഴുന്നു വെച്ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെ ധ്യാനങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, അവിടെ വിടുതലുകൾ പ്രാപിക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. ഈ സൗഖ്യം എങ്ങനെയാണ് കിട്ടുന്നത്? ഇത് ചുമ്മാതെ കിട്ടുന്നതല്ല. ദൈവവചനം കേൾക്കുകയും ദൈവവചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അനുതാപമുണ്ടാകുന്നു. ആ ഏറ്റെടുക്കൽ വഴി അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു, രോഗശാന്തികൾ ഉണ്ടാകുന്നു, കുടുംബത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുന്നു, വിടുതൽ കിട്ടുന്നു, മാനസികമായ വിടുതൽ കിട്ടുന്നു, ശാരീരികമായ വിടുതൽ കിട്ടുന്നു, അനേക രോഗശാന്തികൾ നടക്കുന്നു, അവർ പ്രവചന വരം കിട്ടുന്നു. അങ്ങനെ പ്രവചിച്ച് പറയുമ്പോൾ പലരുടെയും രോഗങ്ങൾ മാറുന്നു. കൗൺസിലിങ്ങിനും മറ്റും അനേകർ അവിടെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒന്നും അങ്ങോട്ട് പറയാതെ നമ്മളോട് ഇങ്ങോട്ട് നമ്മുടെ കാര്യം പറയുന്നു. അതുപോലെ പ്രവചന വരമുള്ളവർ, നമുക്ക് ആവശ്യമുള്ള വചനങ്ങൾ അപ്പം തന്നെ അവർക്ക് കിട്ടുന്നു. നമ്മളൊന്നും പറയണ്ട, അതൊക്കെ വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. അങ്ങനെയൊക്കെ അവിടെ പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സൊക്കെ അത് നേരത്തെ ഒന്നും അഭിഷേകം ഇല്ലാത്തവരായിരുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോയവരാണ്, വിടുതൽ പ്രാപിച്ചവരാണ്, ചിലപ്പോൾ അഡിക്ഷനിൽ കൂടെ പോയിട്ടുള്ളവരാണ്, കുടുംബ തകർച്ചയിൽ കൂടെ പോയിട്ടുള്ളവരാണ്, ധ്യാനങ്ങൾ കൂടി വചനം കേട്ട് രക്ഷപ്പെട്ടവരാണ്, വിടുതൽ പ്രാപിച്ചവരാണ്. അവർ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ ജീവിതം അവർ ദൈവത്തിന് വേണ്ടി കൊടുത്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നു. പുരോഹിതന്മാർ, അഭിഷിക്തരായിട്ടുള്ള പുരോഹിതന്മാരും അൽമായരും അവിടെ സുവിശേഷ വേല ചെയ്യുന്നു. അവരൊക്കെ അനേക ആത്മാക്കളെ നേടിയെടുക്കുന്നു. ഇതെന്താണെന്ന് കാണുവാൻ ഒരു മനസ്സ് പോലും ഇല്ലാത്ത ആളുകൾ മാറി നിന്നുകൊണ്ട് അവരെ താറടിക്കുന്നത് കാണുന്നത് വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പെന്തിക്കോസ്ത് സഭയിലും പരിശുദ്ധാത്മാവിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ കൂട്ടായ്മകളിലൊക്കെ പരിശുദ്ധാത്മാവ് ഊടാടി നടക്കുന്ന അനുഭവങ്ങളാണ് ഉള്ളത്. എന്നാൽ ചില പ്രാർത്ഥനകളിൽ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു പ്രാർത്ഥന എഴുതിയത് വായിക്കുക, അത് നൂറ്റാണ്ടുകൊണ്ടോട് വായിച്ചടച്ചു വയ്ക്കുന്നു. ആ പ്രാർത്ഥന മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഹൃദയപൂർവ്വം ആ പ്രാർത്ഥന ചൊല്ലിയാൽ വിടുതൽ കിട്ടും, ഒരു സംശയമില്ല. എന്നാൽ പ്രാർത്ഥന ചൊല്ലി തീർക്കുക,
ആ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി തീർക്കുക, പോകുക എന്നുള്ളതല്ലാതെ പരിശുദ്ധാത്മാവിനെ ഉത്തേജിപ്പിക്കുന്ന, നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രവൃത്തി നടക്കാത്ത സഭകൾ ഇന്നും ലോകത്ത് ഉണ്ടോ എന്നുള്ളത് കഷ്ടമാണ്. ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ ഈ വചനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പല രോഗികൾ സൗഖ്യപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നട്ടൽ ഒടിഞ്ഞവർ വന്ന് ബെൽറ്റിട്ടും മുറുക്കിയും മറ്റും മെഷീൻ ഘടിപ്പിച്ചും വന്ന് ഇതൊക്കെ ഊരിയിട്ട് നടക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ക്രച്ചസ് ഉപയോഗിച്ച് വന്നവർ, വടി ഉപയോഗിച്ച് വന്നവർ അതൊക്കെ എറിഞ്ഞിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസ് സുഖപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഗർഭപാത്രം എടുത്തു കളഞ്ഞവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന അനുഭവം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അനേക വിടുതലുകൾ അവിടെ സംഭവിക്കുന്നു. ഇതെല്ലാം ദൈവം ഇന്നും ചെയ്യുന്നു. യേശുവിൻ്റെ സമയത്തോ പത്രോസ്ലിയുടെ സമയത്തോ മാത്രമല്ല, ഇന്നും ഇത് നടക്കുന്നുണ്ട്. പെന്തിക്കോസ്ത് സഭകളിൽ പരിശുദ്ധാത്മാവിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അനേകം പാസ്റ്റർമാർ നോർത്ത് ഇന്ത്യയിലും അതുപോലെ വചന ശുശ്രൂഷയ്ക്ക് അനുവാദമില്ലാത്ത ഏരിയകളിലൊക്കെ ചെന്ന് ദൈവവചനം ഘോഷിച്ച് അനേക ആത്മാക്കളെ, അക്രൈസ്തവരെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുന്നത് കാണാം. അവരൊക്കെ പീഡിപ്പിക്കപ്പെടുന്നതും കൊലപ്പെടുന്നതും ഉപദ്രവിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ പല വീഡിയോക്കൂടെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഇടയിലും പരിശുദ്ധാത്മാവിൻ്റെ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനം എല്ലാ സഭകളിലും നടക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനേക സഭകളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്നും ചില സഭകൾ ഇങ്ങനെ ഉണങ്ങി ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുന്നത് കാണുന്നത് ദയനീയമാണ്. ഈ ഉണക്കുകപ്പ അല്ലെങ്കിൽ വാട്ടക്കപ്പ എന്ന് പറഞ്ഞ ഭക്ഷ്യപദാർത്ഥം അത് ഉണക്കി ചാക്കിൽ കെട്ടിവെച്ചാൽ 10-15 വർഷം ഒരു കേടും കൂടാതെ അതുപോലെ ഇരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ചില സഭകളുടെ അവസ്ഥ അല്ല ചില വ്യക്തികളുടെ അവസ്ഥ ഇന്നും അതുതന്നെയാണ്. ഈ ചാക്കിൽ കെട്ടിവെച്ച ഉണക്കക്കപ്പ പോലെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ. ദൈവം ഇതിനു വേണ്ടിയല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ബാപ്റ്റിസം വഴി നമുക്ക് മുദ്ര തന്നാൽ മുദ്ര തന്നിരിക്കുന്നത് അതിനെ വളർത്തുവാനാണ്. ബാപ്റ്റിസം ഒരു മുദ്ര മാത്രമാണ്. ആ മുദ്രയെ, ആ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ വളർത്തുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന സംഗതിയാണ്. അതെല്ലാവരുടെ കടമയാണ്. കർത്താവിൻ്റെ വരവടുക്കുമ്പോഴേക്ക് നമ്മളെല്ലാം ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായി മാറണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഈ സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എങ്ങനെ കിട്ടി, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എന്താണെന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. ഒരു 1995 ഞാൻ അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് ഏതാനും വ്യക്തികൾ ചേർന്ന് എന്നെ താറടിക്കുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികളുണ്ടായി. എന്നെ വളരെയധികം മാനസികമായിട്ടും തളർത്തിയ ഒരു സംഭവമാണ്. എന്നെ താറടിച്ച് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഏതാനും വ്യക്തികൾ ആണ് ഈ പ്രവൃത്തി ചെയ്തത്. എന്നാൽ ഞാൻ തകർന്നു പോയ അവസ്ഥയിൽ വന്നു. പക്ഷേ എനിക്ക് വിളിക്കുവാൻ ആകെ ഉണ്ടായിരുന്ന ദൈവമാണ്. ആ ദൈവത്തെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പാത്രിക സഭയിലെ ഒരു അച്ഛൻ, ഒരു മംഗലത്തച്ഛൻ, ഇന്ന് ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുകയാണ്. മംഗലത്തച്ഛൻ ഇത് കേട്ടിട്ട് സങ്കടം തോന്നിയിട്ട് പ്രാർത്ഥിക്കുവാനൊരു പുസ്തകം തന്നു. എന്നിട്ട് പറഞ്ഞു, 12 വെള്ളിയാഴ്ച മുട്ടുകൊത്തി നിന്ന് നിങ്ങൾ കുടുംബമായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. ഞങ്ങൾ അതുപോലെ ചെയ്തു. എന്നാൽ വെറും 3 ഫ്രൈഡേയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായ വിടുതൽ കിട്ടി. ആ പ്രയാസം എന്നിൽ നിന്ന് നീങ്ങിപ്പോയി. എനിക്ക് വിടുതൽ കിട്ടി. എനിക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ സന്തോഷമെന്ന് തോന്നി. കാരണം ദൈവം എനിക്ക് 3 ആഴ്ച കൊണ്ട് വിടുതൽ തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദൈവം ജീവിച്ചിരിക്കുന്നവനാണല്ലോ. അതിനു മുമ്പ് എനിക്ക് ജീവിച്ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് വലിയ അനുഭവമൊന്നും ഇല്ലായിരുന്നു. പള്ളിയിൽ പോകും, സൺഡേ സ്കൂള് പഠിപ്പിക്കും, വചനങ്ങളൊക്കെ പഠിപ്പിക്കും. പക്ഷേ ദൈവത്തിൻ്റെ അനുഭവമൊന്നും എനിക്ക് വലുതായിട്ടുണ്ടായിട്ടില്ല. ഈ സംഭവം എനിക്ക് ഒത്തിരി ശക്തി പകർന്നു. അതേ വർഷം 95 തന്നെ വീണ്ടും മറ്റു അനേക തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി കടന്നുപോയി. സാമ്പത്തിക ഭാരങ്ങൾ, മാനസിക ഭാരങ്ങൾ, അങ്ങനെ സ്വയം നമുക്കൊരു പരിഹാരം ഇല്ല എന്ന് തോന്നിയ രീതിയിൽ അവസ്ഥയിൽ നിന്ന സമയത്താണ് പനക്കൽ അച്ഛൻ പോട്ട ഡിവൈൻ കേന്ദ്രത്തിൽ നിന്നും ക്വീൻസിൽ ഇവിടെ അമേരിക്കയിൽ ഇവിടെ വന്ന് വചന ശുശ്രൂഷ ചെയ്യുന്നത്. 2 മണിക്കൂർ നേരത്തെ വചന ശുശ്രൂഷയായിരുന്നു. ഒരു 30 മൈൽ വണ്ടി ഓടിച്ച് ഞാൻ തന്നെ അവിടെ പോയി. മറ്റാരുമില്ലായിരുന്നു. ഞാൻ തന്നെ പോയി. കാരണം എനിക്ക് ദൈവത്തെ കണ്ടുമുട്ടണം, എനിക്ക് ദൈവത്തോട് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരണം എന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ ഈ ധ്യാനം കൂടാനായിട്ട് പോയി. മറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ദൈവം അവിടെ പ്രവർത്തിച്ചു. ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ
ദൈവം എന്നിൽ പ്രവർത്തിച്ചു. ദൈവം എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. 2 മണിക്കൂർ നേരം ദൈവവും ഞാനുമായിട്ടുള്ള ഒരു സംവാദം, ഒരു എൻകൗണ്ടറാണ് അവിടെ നടന്നത്. ദൈവം എന്നെ ക്ലിയറായിട്ട് ഞാൻ എന്താണ്, എന്നിൽ എന്ത് മാറ്റങ്ങളാണ് വരേണ്ടത്, എന്നിൽ എന്ത് വിശദീകരണമാണ് വരേണ്ടത്, ഞാൻ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നൊക്കെയുള്ള എല്ലാ ആലോചനയും ബുദ്ധിയും എല്ലാം പറഞ്ഞു തന്നു. ഞാൻ ദൈവത്തിനു മുമ്പാകെ അടിയറ വെച്ചു. അതിനു മുമ്പ് ദൈവത്തിനു മുമ്പാകെ അങ്ങനെ അടിയറയൊന്നും ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ശക്തിയിലൊക്കെ ആശ്രയിച്ചു. എന്നാൽ ഈ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി, ഞാനൊന്നുമല്ല, ഞാൻ വെറും ഒരു ശ്വാസം മാത്രമാണ്, ഒരു കൃമി മാത്രമാണ്. ദൈവമാണ് എന്നെ നടത്തുന്നത്. ദൈവമില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ആ നിമിഷം മുതൽ ഞാൻ സ്വയം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതിനു മുമ്പ് ഞാൻ ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ ഇടപെടുമായിരുന്നു. പല കാര്യങ്ങളിലും ഡാൻസും പാട്ടും ഡ്രാമയും നേതൃത്വ സ്ഥാനങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നടന്നിരുന്നു. എന്നാൽ അതിനുശേഷം എല്ലാം ഡ്രോപ്പ് ചെയ്തു പോയി. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളിലും ആഗ്രഹമില്ല. എൻ്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ആത്മാക്കളെ നേടുക എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രം എന്നിൽ അവശേഷിച്ചു. ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായ സന്തോഷം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ആ സന്തോഷം ഇന്ന് വരെ ലോകത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷമാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. അത് ഞാൻ അനുഭവിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. ഇന്നും ആ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്താണെന്ന് ഈ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ആദ്യം ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്ത് ബൈബിൾ അങ്ങ് വായിക്കാൻ തുടങ്ങി. ആർത്തിയോടെ വായിച്ചു. അന്ന് വരെ ആർത്തിയോടെ വായിച്ചാലും അധികം ഒന്നും മനസ്സിലായിട്ടുമില്ല. എന്നാൽ ഈ കുറി ആദ്യം മുതൽ അവസാനം വരെ ആർത്തിയോടെ വായിച്ചു. എനിക്ക് പരിശുദ്ധാത്മാവ് എല്ലാം മനസ്സിലാക്കി തന്നു. ആരും പഠിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല. മനസ്സിലാക്കി കൂടുതൽ മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നു. ദൈവം സത്യമുള്ളവനാണ്. ദൈവം ഇതൊക്കെ ഈ അത്ഭുതം പ്രവർത്തിച്ചവനാണ്. ചെങ്കടലിനെ വിഭജിച്ചവനാണ്. ഇതെല്ലാം അങ്ങ് മനസ്സിലായപ്പോൾ എനിക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹം, അടുപ്പം, യേശുവിൻ്റെ അടുത്ത കൂട്ടുകാരനായി മാറി. എല്ലാം ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യുവാൻ പഠിച്ചു. സ്വന്തം ആലോചന പ്രകാരം ഒന്നും ചെയ്യാതെ എല്ലാം ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യുവാനായിട്ട് പഠിച്ചു. ആ ദൈവത്തെ അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ വറീസ് മാറി തുടങ്ങി. ദൈവം പടിപടിയായി എന്നെ അങ്ങ് നടത്തി. ഇന്ന് വരെ 25 വർഷം ആയി ഒരു രീതിയിലും തകരാൻ അനുവദിച്ചില്ല. മനുഷ്യൻ തകർക്കാൻ ശ്രമിച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാതെ ദൈവത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് പോകും. ആ ദൈവം എന്നെ ഇന്നും വഴി നടത്തുന്നു. ആ ദൈവത്തിനല്ലാതെ ആർക്കും എന്നെ തകർക്കുവാൻ സാധിക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അത് കഴിഞ്ഞ് ദൈവാനുഭവമുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഒരു 10 വർഷം ഞാൻ പുസ്തകങ്ങൾ വായിച്ചു. അനേക ദൈവമക്കളുടെ ദൈവാനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എല്ലാം ഞാൻ വായിച്ചു. വളരെ സന്തോഷം എനിക്ക് തോന്നി. അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ആർട്ടിക്കിൾസ് എഴുതി ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തൊരു പുസ്തകം എഴുതാനായിട്ടുള്ള ആർട്ടിക്കിൾ എഴുതി വെച്ചു ഇംഗ്ലീഷിൽ. എന്നാൽ ഇതുവരെ ആ പുസ്തകം പബ്ലിഷ് ചെയ്തില്ല. അതിനു മുമ്പായി മറ്റൊരു പുസ്തകം, കുടുംബജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ഇതിപ്പോഴും പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് സാരമില്ല, അത് അവിടെ കിടക്കട്ടെ. അങ്ങനെ സമയം കളയുന്നതിലും നല്ലത് ഇങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ ഇറക്കുക. മറ്റു രീതിയിലൊക്കെ ഇങ്ങനെ ദൈവവാക്യങ്ങൾ മറ്റുള്ളവരോട് പറയുക. ദൈവം ആരാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുക. മറ്റുള്ളവരിലേക്ക് മാനസാന്തരം കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തിയിലാണ് ഞാൻ ഏർപ്പെടുന്നത്. മറ്റുള്ളവർ പല രീതിയിൽ വിമർശിച്ചെന്നിരിക്കും. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ ദൈവമായിട്ട് എന്തുമാത്രം അടുത്താണ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവർക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടോ, അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ, അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് എൻ്റെ ചിന്ത. എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക, ദൈവമായിട്ട് എപ്പോഴും അഭിമുഖ സംഭാഷണത്തിലായിരിക്കുക. അങ്ങനെ ഒരു ശൈലി ഞാനൊരു കഴിഞ്ഞ 25 വർഷം കൊണ്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി സമയമൊന്നും ബൈബിൾ വായിക്കാൻ കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ റിട്ടയർ ആയതുകൊണ്ട് കൂടുതൽ സമയം ബൈബിൾ വായിക്കാനൊക്കെ കിട്ടുന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. എന്നാൽ പലരും തകർക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് വളരെ സങ്കടം ഉണ്ടാക്കാറുണ്ട്. എന്നാലും വീണ്ടും ശക്തി പ്രാപിച്ച് ദൈവത്തിൻ്റെ ഈ അറിവിൽ കൂടിയും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ കൂടി മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ദൈവം എനിക്ക് സ്നേഹം തന്നുകൊണ്ട്, ക്ഷമ തന്നുകൊണ്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ആരുടെയൊക്കെ എന്തൊക്കെ കേട്ടാലും മുന്നോട്ട് പോകാനുള്ള ശക്തി ദൈവം എനിക്ക് തരുന്നുണ്ട്.
പല പ്രാർത്ഥനകളിലും ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പം തൊട്ടടുത്തുള്ള ആളുകൾക്ക് ജീവനുണ്ടോ എന്ന് പോലും തോന്നാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ ചില പ്രാർത്ഥനകളിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഊടാടി സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. കൈയടിച്ച് പാട്ടുകൾ പാടുമ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തിയോടെ പ്രവഹിക്കുന്നത് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് കൈയടിച്ച് പാട്ട് പാടണം. അതൊക്കെയാണ് എൻ്റെ ഒരു ശൈലി. പലയിടത്തും ഇത് കൈയടിച്ച് പാട്ട് പാടാൻ ഒക്കാത്ത സാഹചര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വചനങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ള ആഗ്രഹം കൂടുതലായിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഷെയർ ചെയ്യുവാനുള്ള ആഗ്രഹം കൂടുതലായിട്ടുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ അനേകർ അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് കാണുവാൻ സാധിക്കും. അത് അജ്ഞത കൊണ്ടാണ്. പുരോഹിതന്മാർ പോലും പലപ്പോഴും ചെയ്യുമ്പോൾ വളരെ കഷ്ടം തോന്നാറുണ്ട്, വളരെ ദുഃഖം തോന്നാറുണ്ട്. ഇനി മറ്റൊരു ഇത് പറയുവാനുള്ളത്, ഈ ഡിനോമിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതിനെക്കുറിച്ചുള്ളതാണ്. ഡിനോമിനേഷൻസ് ദൈവത്തിന് ഇഷ്ടമാണ്. അതൊരു ഡിവിഷനായിട്ട് ആരും എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഡിനോമിനേഷൻസിനെ, എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസിനെ ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവം അവർക്ക് കിട്ടിയ ബുദ്ധി അനുസരിച്ച് അവർ ചെയ്യുന്നതിനെ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നു. മനുഷ്യൻ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു ഡിനോമിനേഷനെ ഒരു മനുഷ്യന് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് കിട്ടിയ ബോധ്യമനുസരിച്ച് അവർ പോകുന്നു. ചില ഡിനോമിനേഷൻസ് മാമോദീസ വളരെ ചെറുപ്പത്തിൽ സ്വീകരിക്കുന്നു. ചില ഡിനോമിനേഷൻസ് പ്രായമായിട്ട് അറിവ് ആയിട്ട് സ്വീകരിക്കുന്നു. ഇത് രണ്ടും ദൈവത്തിന് സ്വീകാര്യമാണ്. ഈ പരിച്ഛേദന എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഇടയിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യമാണ്. അത് ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ്. എന്നാൽ ഇന്ന് പരിച്ഛേദനയ്ക്ക് പകരം നമുക്ക് മാമോദിസയാണ് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് മാമോദിസയിൽ കൂടി കിട്ടിയിട്ടുണ്ട്. വൺസ് ആ മുദ്ര കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പോയി ആ മുദ്ര എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ മാമോദിസ ഒരിക്കൽ മുങ്ങിയവർ വീണ്ടും പോയി മുങ്ങിയില്ലെങ്കിൽ അവർക്ക് സ്വർഗരാജ്യം കിട്ടുകയില്ല എന്നൊക്കെ പറയുന്നത് അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതിൻ്റെ ആവശ്യമില്ല. ദൈവത്തെ അറിയാത്തവർക്ക് ദൈവത്തെ അറിയിച്ചു കൊടുക്കാനുള്ള കടമയാണ് എല്ലാ ഡിനോമിനേഷനും ഉള്ളത്. ദൈവത്തെ അറിഞ്ഞ ഒരു വിഭാഗത്തെ കറക്റ്റ് ചെയ്യാനും അവരെ നമ്മുടെ രീതിയിലാക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചിലർ കുർബാനയിൽ വിശ്വസിക്കുന്നു. കുർബാനയിൽ എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഈ അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി മാറുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അത് അനുഭവവേദ്യമായിട്ടുമുണ്ട്. ദൈവം കാണിച്ചു കൊടുക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവർ അതിൽ വിശ്വസിച്ചു കൊള്ളട്ടെ. ഇത് വെറും ഓർമ്മയ്ക്കായിട്ട് അപ്പവും വീഞ്ഞും ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അവരത് ചെയ്തു കൊള്ളട്ടെ. അവരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു സഭയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരുടെ വിശ്വാസമനുസരിച്ച് അവർ ആചരിച്ച് മുന്നോട്ട് പോകട്ടെ. എല്ലാവരും ഈ ഒരേ ബൈബിളിൽ വിശ്വസിക്കുന്നു, ഈ ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവർക്കെല്ലാം ഒരേ ദൈവം തന്നെയാണ്, ഒരേ സ്വർഗരാജ്യം തന്നെയാണ്. ചിലർ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. അവർക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടി പലതും സാധിച്ചു കിട്ടുന്നു. അവർ പ്രാർത്ഥിച്ചോട്ടെ, ആർക്കും നഷ്ടമില്ലല്ലോ. അവർക്ക് കിട്ടുന്ന അവർ മേടിച്ചെടുത്തോട്ടെ. അത് പ്രാർത്ഥിക്കാത്തവർ അതിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതായത് ഈ ഡിനോമിനേഷൻസ് തമ്മിൽ ഒരു വടംവലിയോ കുറ്റപ്പെടുത്തലോ ആവശ്യമില്ല. എല്ലാവരും ചെയ്യുന്നത്, മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് അവരും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് മനസ്സിലാക്കാം. എന്നാൽ ചിലർ വെറും ദൂഷണം പറയാൻ വേണ്ടി ചെയ്യുന്നവരുമുണ്ട്. ദൂഷണം പറയാൻ വേണ്ടി ചെയ്യുന്നവർ അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അന്യോന്യം സഭകളെ അവർ ചെയ്യുന്ന അവരുടെ ആചാര രീതികളെ നമ്മൾ കൂടുതൽ വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരും ദൂഷണം പറയരുത് എന്നുള്ളത് നിർബന്ധമാണ് ദൈവത്തിന്. പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവരെ ദൈവം ശിക്ഷിക്കുമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം ക്ഷമിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ആർജിച്ചെടുക്കാൻ എല്ലാ സഭയ്ക്കും ഉത്തരവാദിത്വമുണ്ട്. അത് മുകൾ മുതൽ ബിഷപ്പുമാർ മുതൽ അച്ഛന്മാർ തുടങ്ങി ജനങ്ങളിലേക്ക് ഈ പരിശുദ്ധാത്മാവ് പ്രവഹിക്കണം. താഴെ നിന്ന് മുകളിലോട്ട് പ്രവഹിക്കുവാൻ അത്ര ഈസിയല്ല. വെള്ളം താഴെ നിന്ന് മുകളിലോട്ട് ഒഴുകത്തില്ല എന്ന് പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് താഴേക്കാണ് വരേണ്ടത്. അതുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് ഒഴുകി എല്ലാ സഭകളും ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ് ഇന്ന് എല്ലാ സഭകളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി. ഈ സഭകൾ തമ്മിലുള്ള സ്പ്ലിറ്റിനെ കുറിച്ച് ഞാനെന്ന് പറയട്ടെ. ഇന്ന് നാട്ടിൽ സഭകൾ തമ്മിൽ സ്പ്ലിറ്റ്, അതായത്
സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള തർക്കവും വഴക്കും നടക്കുന്നു. അത് ഭയങ്കര ദയനീയമാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. 2 or 3 പേര് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് യേശു അരുളി ചെയ്തെങ്കിൽ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. പള്ളി നമ്മുടെ കയ്യിൽ നിന്ന് പോയെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, ഏതൊരു ഷെഡിലിരുന്ന് പ്രാർത്ഥിക്കുക, വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, മൈതാനത്ത് നിന്ന് പ്രാർത്ഥിക്കുക. ദൈവം കേൾക്കും. ഈ പോയ പള്ളി തിരിച്ചെടുക്കാൻ വേണ്ടി സമരങ്ങൾ നടത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതുപോലെ തന്നെ സുപ്രീം കോടതി വിധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ പള്ളികളെല്ലാം മറ്റുള്ളവർ അധ്വാനിച്ച പ്രയത്നത്തിൻ്റെ ഫലമല്ല ഞങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ അനുഭവിക്കാം എന്ന് വിചാരിച്ച് കയ്യിലടക്കിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. കഷ്ടപ്പെട്ടവർ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ അവർക്കങ്ങ് വിട്ടുകൊടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ വിട്ടുകൊടുത്താൽ ദൈവത്തിനുമുമ്പാകെ സത്യത്തിന് നീതിക്കും നിന്നു കഴിഞ്ഞാൽ കർത്താവ് രണ്ടാമത്തെ വിധിയിൽ വരുമ്പോൾ ആ കർത്താവ് നമ്മളോട് കരുണ കാണിക്കും, നമുക്ക് സ്വർഗരാജ്യം കിട്ടും. ഇല്ലെങ്കിൽ ഇതുവരെ ചെയ്തതെല്ലാം വെറും 0 ആയി പോകുമെന്നുള്ളത് എല്ലാ സഭകളും എല്ലാവരും, പ്രത്യേകിച്ച് വഴക്കടിക്കുന്ന വ്യക്തികളും സഭകളും ഒക്കെ മനസ്സിലാക്കിയാൽ ദൈവത്തിന് വളരെ സന്തോഷകരമായിരിക്കും. ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെയാണ് ആവശ്യം, പള്ളികളെയല്ല, നമ്മുടെ വസ്തുക്കളെയല്ല, നമ്മളുണ്ടാക്കിയ സ്വത്തിനെ അല്ല ആവശ്യം. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. ഇനി എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? എല്ലാവരും പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ ധാരാളമായി പരിശുദ്ധാത്മാവിനെ ദൈവം തരുമെന്നുള്ളത് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 11:13 പറയുന്നു, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഈ വചനം തന്നെ നമ്മളോട് പറയുന്നു, നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. വൺസ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഒന്നിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല, ആരുമായിട്ടും തർക്കിക്കേണ്ട ആവശ്യമില്ല, ഗുസ്തി പിടിക്കേണ്ട ആവശ്യമില്ല. ആ കാര്യസ്ഥൻ നമ്മുടെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും, നമ്മളെ സഹായിക്കും, നമ്മളെ വഴി നടത്തും, നമുക്ക് നല്ലൊരു ജീവിതം തരും, നല്ലൊരു മരണം തരും. നമ്മൾക്ക് ഒന്നിനെക്കുറിച്ചും വറി ഉണ്ടാകുകയില്ല. ദൈവകരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. വെളിപാടിൻ്റെ 3:20 പറയുന്നു, കണ്ടാലും നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ ഞാൻ മുട്ടുന്നു, നിങ്ങൾ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടക്കും, നിങ്ങളോടുകൂടി അത്താഴം കഴിക്കും എന്ന് കർത്താവ് ഇതെല്ലാം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വാതിൽ നമ്മുടെ മേൽ തുറന്നു കിടക്കുകയാണ്. ചോദിക്കുക സഹോദരങ്ങളെ, ധാരാളമായ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ വർഷിക്കും. അതാണ് നമുക്കിനിയുള്ള ആവശ്യം. ഈ കൊറോണ കാലത്തും ദൈവം നമ്മൾ വഴക്കടിക്കുകയും പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറയുകയും ചെയ്യുമ്പോൾ ദൈവം ദുഃഖിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കൊറോണയും ഇതുപോലുള്ള മഹാമാരികൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. ഇത് ചിലർ ചോദിക്കുന്ന, ഒരു പുരോഹിതന്മാർ തന്നെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരു പ്രസംഗത്തിലൊരു പുരോഹിതൻ ചോദിച്ചതാണ്, എന്നാൽ ഈ പ്രാർത്ഥിക്കുന്നവർക്ക്, തലേ കഴിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ കൊറോണ അങ്ങോട്ട് മാറ്റിക്കൊടുക്കരുതോ? ഇത് ദൈവത്തോട് ചെയ്യുന്ന ദൂഷണമാണ്. ദൈവം അയച്ചതാണെങ്കിൽ ദൈവത്തിനെ മാറ്റാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ദൈവം ചിലതൊക്കെ മനുഷ്യന് അനുവദിച്ചിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ വിട്ടുപോകും. എന്നാൽ ഇന്ന് മനുഷ്യർ ഇന്നും ഈ ദൈവത്തെ അറിയാത്തതുകൊണ്ട് ദൈവം നേരിട്ടയച്ചിരിക്കുന്ന ആ മഹാമാരി ദൈവം വിചാരിക്കാതെ പോകത്തില്ല. അതിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൂഷണം പറയരുത്. ഇതൊക്കെ നമ്മൾ നിർത്തിവെച്ചിട്ട് വചനം എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് വചനം വായിക്കുക. ദൈവം പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തും, നമ്മൾക്ക് അഭിഷേകം തരും. ദൈവം നേരിട്ട് തരുന്ന അഭിഷേകമാണ് നമുക്ക് ആവശ്യം. മനുഷ്യർ വഴി ദൈവം തന്ന അഭിഷേകം മാത്രം മതിയെന്ന് വിചാരിച്ച് ഒതുങ്ങിയിരിക്കാതെ, അടങ്ങിയിരുന്നു കൊണ്ട് മിണ്ടാതെ ഇരിക്കാതെ ശബ്ദമുയർത്തി ദൈവത്തെ വിളിക്കുക, കൈകളുയർത്തി ഹല്ലേലൂയ പറയുക. കിന്നരത്താലും വാദ്യമേളങ്ങളാലും കിന്നരത്താലും എല്ലാം ദൈവത്തിന് സ്തോത്രം കൊടുക്കണം, സ്തുതി കൊടുക്കണമെന്ന് സങ്കീർത്തനങ്ങളിലൊക്കെ എഴുതി വച്ചിട്ടുള്ളപ്പോൾ ദാവീദ് അങ്ങനെയൊക്കെയാണ് സ്തുതിയും ഡാൻസ് ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. അങ്ങനെയൊക്കെ ബൈബിളിലുള്ള എഴുതി വച്ചിട്ടുള്ളപ്പോൾ നമ്മൾക്കെന്തുകൊണ്ട് ദൈവത്തിന് തപ്പുകളാലും കിന്നരങ്ങളാലും വാദ്യമേളങ്ങളാലും ദൈവത്തിന് പാട്ടുപാടിയും കൈകൊട്ടിയും ദൈവത്തെ ആരാധിക്കാൻ മേൽ സാധിക്കത്തില്ല? അതൊക്കെ ദയനീയമാണ്. ഇനിയെങ്കിലും സഭകളിൽ പരിശുദ്ധാത്മാവ് ഉണരട്ടെ, എല്ലാ സഭകളിലും പരിശുദ്ധാത്മാവ് ഉണരട്ടെ. ഒരു സഭയും ഇനി അടങ്ങിയിരിക്കരുത്, ഒരു പുരോഹിതനും ഇനി അടങ്ങിയിരിക്കരുത്, ഒരു ബിഷപ്പുമാരും ഇനി വെറുതെ അടങ്ങിയിരിക്കരുത്. ചില പ്രാർത്ഥനകളിൽ, കത്തോലിക്കയുടെ ചില പ്രാർത്ഥനകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അഭിഷേകമുള്ള അൽമായർ പ്രാർത്ഥിക്കുകയും വചന ശുശ്രൂഷ നടത്തുകയും
രോഗശാന്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ ബിഷപ്പുമാർ ബഹുമാനത്തോടെ അവരോടുകൂടി ഒപ്പം നിന്നുകൊണ്ട് ദൈവത്തെ തുതിക്കുന്നത് വളരെയധികം ബഹുമാനത്തോടെ ഞാൻ നോക്കുന്നത് കാണാറുണ്ട്. അതുപോലെ താഴ്മയുള്ള ബിഷപ്പുമാരെ ഒക്കെയാണ് എല്ലാ സഭകളിലും ആവശ്യം. എല്ലാ പാസ്റ്റർമാരെ, ബിഷപ്പുമാരെ, പുരോഹിതന്മാരെ, അൽമായരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വരങ്ങളും ധാരാളമായി ഈ ലോകത്തിലേക്ക് ദൈവം ദാനം ചെയ്തിട്ടുണ്ട്. അതെല്ലാം എല്ലാവരും ആർജിച്ചെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ പാടിക്കൊണ്ട് എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാ സഭകളെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയും അംഗീകരിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് താഴ്മയോടുകൂടി പ്രാർത്ഥിച്ച് എല്ലാം ആർജിച്ചെടുക്കാനുള്ള ശക്തി ദൈവം എല്ലാവർക്കും ധാരാളമായി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. My dear brothers and sisters in Jesus Christ, today's topic is sin against the Holy Spirit will not be forgiven. What made me give this message is recently I listened to 3 messages given by priests in which they spoke against the works of the Holy Spirit. It really saddened me. Before his crucifixion, Jesus promised the Holy Spirit to his disciples. Before his ascension also, he spoke to them about the Holy Spirit and asked them to stay in Jerusalem and not to leave Jerusalem until they received the Holy Spirit. They listened to his words and stayed with his mother and prayed for 10 days. And on the 10th day, the Holy Spirit came upon them and they all became very powerful. Peter and other disciples, they went around healing people in the name of the Father, Son, and the Holy Spirit. They became filled with the Holy Spirit. A lot of people came to them for healing, and even the shadow of Peter healed the people. If you go through the Bible, you will see several passages regarding the Holy Spirit. In the Gospel of Mark, chapter 3, verse 29, it says, "But whoever blasphemes against the Holy Spirit never has forgiveness, but it is guilty of an eternal sin." Again, Jesus says in Matthew chapter 12, verse 31, "Therefore I tell you, every sin and blasphemy will be forgiven people, but the blasphemy against the Spirit will not be forgiven." Again in Ephesians 4:30, "And do not grieve the Holy Spirit of God, by whom you are sealed for the day of redemption." There are several examples in the Bible about the consequences of grieving the Holy Spirit. If we look at the Acts of Apostles, chapter 5, we see that the apostles prayed together in a group and they kept the money for all the people in one account and they spent for their needs according to their need. We see Ananias and Sapphira who sold their property and came with the money. And the Holy Spirit showed Peter that they did not bring all that money. Peter asked them if they got all the money for them and they lied. On the spot, they both collapsed and died at 2 separate times. If we look in the book of Exodus, chapter 10 and 11, we see that the Pharaoh grieved the Holy Spirit and 10 plagues came upon them. If the Pharaoh listened to the message by Moses given by God, he did not need to go through all these 10 plagues. He could have been easily saved from the punishment. But he waited for 10 plagues. In the last plague, God took the life of all the elder ones of the animals and the Egyptians, and they had to go through all the punishment because Pharaoh did not realize that he was grieving the Holy Spirit. If you look in the book of Isaiah chapter 63 verse 10, it says, "But they rebelled and grieved his Holy Spirit. Therefore he turned to be their enemy and himself fought against them." If we grieve the Holy Spirit, God turns as our enemy and he will defeat us.
What are these spiritual gifts? These spiritual gifts are really promised in the Bible. If we look in the book of 1 Corinthians, chapter 12, verse 8 to 10, it says, "For to one is given through the Spirit the utterance of wisdom, and to another the utterance of knowledge, according to the same Spirit, to another faith by the same Spirit, to another gifts of healing by the one Spirit, to another the working of miracles, to another prophecy, to another the ability to distinguish between spirits, to another various kinds of tongues, to another the interpretation of tongues." So all these gifts are promised by Jesus, and we just have to believe and obtain the Holy Spirit instead of criticizing people who have the Holy Spirit and who perform miracles. In the book of Joel, chapter 2, verse 28, it says, "And it shall come to pass afterward that I will pour out my Spirit on all flesh. Your sons and your daughters shall prophesy. Your old men shall dream dreams, and your young men shall see visions." So this means the Holy Spirit is promised to older people, younger people, men and women. It's not just for priests only. There are two kinds of anointments. Priests are anointed by God through human beings, but in some occasions, God gives this anointment directly to people. That's why, even though the women are not anointed by anyone, they are given the gifts of the Holy Spirit. Our problem is we cannot accept that. So that's why a lot of times criticisms comes why the lay people get anointment, why they give the gifts, and it is very hard for some people to accept that the lay people, including men and women, can obtain the gifts of the Holy Spirit. This is a work of God which we have to understand from the Bible and from our own practical experiences. A lot of people criticize this kind of miracles and prayers and the wonders of the Holy Spirit. In the Gospel of John, chapter 14, verse 16, it says, "And I will ask the Father, and he will give you another helper to be with you forever." Also in John 14, verse 12, Jesus said, "Truly, truly, I say to you, whoever believes in me will also do the works that I do, and greater works than these he will do, because I am going to the Father." So the Holy Spirit is promised by Jesus, and this Holy Spirit is still doing miracles through the human beings God has anointed. In several prayers, these miracles happen. Let me talk about the charismatic prayers, which are criticized by many people, especially by people of the other denominations, or people who never participated in the charismatic prayers, or who never obtained the gifts of the Holy Spirit. It's just a criticism without even knowing what they are talking about. I have attended at least 12 charismatic retreats in New York and in Kerala, India. Before the charismatic prayers start, a month before the prayers start, and a bunch of people pray for the success of the retreat starting a month ago. And while the retreat is going on, a bunch of people sit in front of the Holy Eucharist and pray for the success of the retreat, for the deliverance of the people, for the outpouring of the Holy Spirit, for people to get closer to God, and for people to feel peace and happiness which are given by the Holy Spirit. This is not done for money. We pay a bare minimum money to participate for a whole week, to stay in the place, to attend all the worships and the Word of God, and to eat food 4 times a day. You can fast if you want. Most of the retreat
people, the retreat priests or the laymen who do the retreat, they fast a lot. Sometimes I heard one time a priest fasted for 12 days without eating any food, and God works through them and miracles happen there, just like Jesus fasted 40 days without any food. People still do these kind of things, and the Holy Spirit works through them. And when the word of God is delivered, people listen to these messages, and they get realization that they were not close with God, or they did wrong things in their life, and they get repentance, and they promise to God that they will not repeat their mistakes again. When they undertake the word of God in their own life, miracles happen. These are real things. This is not just for the apostles only. Like 2,000 years ago, is still happening. So many miracles happen. People with broken bones who come with cane, or who come with machines attached to their body, walk with full deliverance without any machines or cane or anything. People who cannot hear, they gain their power to hear. People who have no eyesight gain their eyesight. People who have cancer get full healing. People who never believed in the word of God, they believe. And so many miracles happen there. It is hard to explain all of that. I have seen with my own eyes. One miracle I heard, which I could not, which was hard for me to believe, was ladies who removed their uterus get babies. This is a work of God. God replaced their uterus. This is a miracle which is still happening today. So people who criticize have to stop this kind of criticisms and start attending one of the charismatic retreats and see what really happens there. Unfortunately, these big retreats are not happening anymore, maybe because of the sins of the humanity. But don't think that these priests or the people who do the retreats are just sleeping. They are still praying for the whole world, and also they deliver the word of God through Zoom or through Streamline. And a lot of people attack the Holy Spirit in different ways. Criticism is one thing, and another way the attack happen is one denomination criticizing another denomination. All denominations believe in the same God and in the same Bible and in the same heaven. But when we criticize, it's not helping any denomination. It's only hurting the denominations. And not only that, our job is to bring non-Christian people to God. And by seeing these splits and fights and criticisms, non-Christian people even lose faith in this religion. Different denominations have different forms of worship. We do not have to accept other people's or follow other people's form of worship. But one thing, we should not be criticizing. Every denomination is functioning according to the faith or the knowledge they got from knowledge themselves. Whatever their brain can take only, they can do. Somebody cannot inject things into other people's brains. So whatever form of worship they do, it is acceptable to God. Even if we don't accept, God accepts all Christian denominations. There is no need for us to criticize another denomination. Some denominations give baptism at an early age. Some denominations give baptism only for adults. The baptism is a mark of the Holy Spirit, just like the circumcision taken by the Jewish people is only one time in their life, not two times, and it is a mark of that Holy Spirit. And the same way, the baptism does not have to be taken
2 times in life. Some denominations say that you have to take another adult baptism to make it real. Actually, no. Once the mark of the Holy Spirit is there, it is always there. Our only job is to develop the Holy Spirit in us. Let the Holy Spirit grow in us. And some denominations believe in intercession prayers, and they gain whatever they pray for also. It's left to them. Nobody is losing anything if they pray or they do not pray. If you do not pray, it's okay. But if some other people pray, it's okay too. So we do not have any need to criticize another denomination for these things. Some prayers are full of the Holy Spirit. And if you sit in some prayers, you see that there is an outpouring of the Holy Spirit happening all around the room, like the electricity passing from one person to another. But if you sit in another prayer, sometimes you may not even feel that the person next to you is breathing, because you don't see a life in that prayer. When the prayers are set from a book printed 100 years ago, and you just read it and stop the prayer, it is very hard for the Holy Spirit to work. And I'm not against written prayers. I do written prayers also. Only thing is, you have to pray from your heart. Jesus actually said that we have to work, we have to pray in truth and spirit. When we pray in truth and spirit, the outpouring of the Holy Spirit takes place. So there are differences in the form of worship of denominations, but we should not be criticizing one another. Split in denominations is something else I want to talk about also. At present, there are splits in 2 denominations in Kerala, especially, and one denomination lost all the churches, and they are fighting for the churches. This happened through a court case. Whoever lost the churches, I feel sorry for them, but let me tell one thing. Jesus said, when 2 or 3 people gather in His name, He is in the midst of them. You can pray anywhere. You can pray in your room, in a shed, in the playground, anywhere. God is still hearing your prayer. No matter how you pray or where you pray. We all believe that we have to stand in front of the judgment, and we all want that heaven. And if we are still fighting and not praying enough, it's not going to happen. The same way, I want to tell the other denomination that even though you got all the churches through court case, just understand that people who work hard for the churches, they deserve some of the churches. By keeping all the churches for one group, and they are praying hard to get heaven, it's not easy to get heaven. You also have to stand in front of the judgment and face that. And there's no guarantee that heaven will be given to you. It's not just my word. The Holy Spirit is giving me this message to tell here, so people can analyze their minds and understand that it is the Holy Spirit that is working behind all these things. All the judgment is done by God. Heaven is given by God. If God does not give that heaven, you cannot enter into that heaven. So understand all the other denominations also. Understand their rights and understand how you should be really praying. Is the split going to help you in gaining the kingdom of heaven? I would like to share some of the experiences I have received from God. What are my experiences of the Holy Spirit? In the year 1995, some people really attacked me in certain way, which I do not want to explain, and they tarnished me in a certain way, which really frustrated me, and I was really upset that
I didn't know what to do, how to proceed with my life. I know that no one could help me except God. And I shared this with a priest who belonged to the Patriarchist Church, who lived near to our home, and he gave us a book to pray and said, on 12 Fridays, you kneel down with your family and pray. We did the same thing. After 3 Fridays, I knew that I got full deliverance. I did not have any problem at all. God took away my pain. Then I realized God is still alive. Before that, I never had that kind of an experience. In the same year, in 1995, I was facing so many other problems also, which was very hard for me to solve by myself. I really wanted to speak to God and get help from Him. And at that time, Father Panikel from Porta Divine Ashramam came to New York, and he had a retreat at Queens in New York, 30 miles away from my home. I drove myself for this retreat. It was just 2 hours of the Word of God. I went there and started listening to the Word of God. At that time, instead of just focusing on that message, the Holy Spirit started speaking to me inside of my heart. An encounter took place between me and the Holy Spirit. Holy Spirit started showing me crystal clear what I am, what modifications I had to make in my life, what changes I can make in my life pattern, and so many other things. Everything was like a question and answer. I asked question, the Holy Spirit answered me. The Holy Spirit asked question, I answered him. It was a big encounter that took for 2 hours. One thing I noticed was I was not listening to the message of the priest at all at that point, and I was shedding tears. I was not crying, but the tears did not stop. And it went on like that. I understood exactly what the message God wanted to give me. I got out of the place after 2 hours, and after that I realized that I was filled with the joy of the Holy Spirit, which is a fruit of the Holy Spirit, which is promised in the Bible. Before that, I never felt that joy in my life. And for the past 25 years, I have been feeling that joy given by the Holy Spirit. Since then, I became so close to God. Jesus became my closest friend, and I started loving Him more than my family. For the past 25 years, I have been so passionate for Jesus, and I have been trying to do things in a way that I can let other people know how they can get the same happiness I'm enjoying in my life. What I did first was I read the Bible in one shot, the whole thing. I was very excited to read the Bible, and I felt like I understood a lot better than before. Before, I used to read Bible, I used to go to church, but I never realized that God is a living God. I never felt that in my life. But from this time onwards, I started feeling God is a living God, and God is around me all the time, and our prayers are so meaningful, and our life should be so meaningful. We should be making changes in our life. We have to repent over our sins. We should not be sinning at all. I tried everything possible in my life to avoid even a little sin. I did as much as I could. Of course, as a human, I might have sinned here and there without thinking much, but I tried my best to avoid all kinds of sin, including telling a lie. So God was helping me so much. Until this point, God has been helping me. And since then, I really wanted to know the God more. So I started reading books for 10 years. I was engaged along with my work,
I found time to read books written by holy people, saints, and people who have experienced God in different way, and they all explained the experience of the Holy Spirit in their own lives. It was very exciting, and I started sending messages to people and letting them know that God is alive and God can work miracles in our life. Some people did not pay mind to those messages, but some people got really interested to listen to those kind of messages, and I'm in very close relationship with those kind of people who are really interested in things concerned with God. So this way, I knew that life can be changed by us. We think that the world is more important than God. No, I used to be engaging in many worldly things like organizations, activities, dances, dramas, kind of things, and parties, all that. But little by little, all these things dropped from me, and I found myself a completely born again person at heart. And that is what God expects from everyone. And I'm trying to give this message, and this message is a part of the change that happened to me in my life 25 years ago. So there are so many things we can avoid in our life. So what's the solution for all this? We sin against the Holy Spirit in many ways. Sometimes children do not realize that when they do things against the will of the parents, against the advice of the parents, they think that they are winning and the parents are failing. Actually, no. For the time being, the parents look like they failed, but God will fail the children. That is the truth. When we go away from the advice of parents, God will fail, because walking away from the advice of parents is grieving the Holy Spirit, and God will become their enemy and fight against them. That's why a lot of people face failures in life. You have to look back and realize what kind of things you did in life. If you analyze, you will find, and you can find a remedy. So there are so many instances in our life in which we grieve the Holy Spirit, and God does not like that. So can we think back and see how we have grieved in our life since we are young? There is a solution. That is a solution. We should not be sinning against the Holy Spirit. If we look in the Gospel of Luke, chapter 11, verse 13, it says, "If you then, who are evil, know how to give good gifts to your children, how much more will the Heavenly Father give the Holy Spirit to those who ask Him?" So if you really ask God, God will be willing to give you more and more Holy Spirit. And you really have to ask. God is the one who is giving. Sometimes this Holy Spirit is given mostly to people who are in the eyes of the world foolish. And God a lot of times do not give this Holy Spirit to those who think that they have a doctorate or they are very wise or they can do many things better than other people. It's not happening many times. We do not have to be jealous about that. Again, in the book of Revelation, chapter 3, verse 20, it says, "Behold, I stand at the door and knock. If anyone hears my voice and opens the door, I will come into him and eat with him and he with me." If we open our hearts, God can enter into our hearts and make modifications in our life, and He can eat supper with us. That means God can reside in us, in our family, in all the activities, and God can give all the advices we need in our life to do a better life. You may lose everything in your life sometimes, but if God interferes in your life and seriously involved in your life can be changed in a quick second. I remember I used to go through a lot of worries
before I got that Holy Spirit. But since I got that Holy Spirit, I never had worries. Even though problems are on the side, it never touched me. God took care of everything in some way or the other. For the past 25 years, this can happen in your life also. You call the Holy Spirit, hold on to Him, and give more importance to God than all the worldly things, and the Holy Spirit can enter in you. The Holy Spirit can work in you. The Holy Spirit can work miracles in your life, and through the Holy Spirit you can work miracles in other people's life. There are so many wonders God can do in your life, but you have to ask for the Holy Spirit and be willing to stay close to God and listen to the voice of the Holy Spirit and make the necessary modifications in your life. God will really work miracles in your life. I'm really guaranteed. If God can work miracles in my life, God can work miracles in your life also. There are so many people who walk with the Holy Spirit in them. I see that in the charismatic retreats, so many volunteers work there for God. And these volunteers themselves, a lot of times, they went through problems in their own life. Once they gain the Holy Spirit, they spend the rest of their life for God and for people. And they are not taking any remuneration from anyone. They are there for God and you. So make use of opportunities like that. Get the Holy Spirit in your life. The Holy Spirit will stay in your life, in your children's life, in the whole family, in your extended family, and can do miracles. There is no need of criticizing other people. If we pray, we can obtain the Holy Spirit in our own heart and in our own home. I would like everyone to pray for that, to strive that Holy Spirit and become happy in your life and become a born again person in the life. And I pray that God give all the mercy and all the graces for you and make things happen in a better way in your life. And I give all the glory to God at this time. May God help you in a good way. May God bless you. I praise God.